ഇന്നലെ കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് ഒരു തുണിക്കടയിൽ ജീവനക്കാരൻ ഒരു 12 വയസ്സുകാരൻ കുട്ടീനെ മർദ്ദിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടില്ല. അത് കണ്ടിട്ട് എനിക്ക് സങ്കടമായിപ്പോയി. ആ കടയിൽ നിന്ന് ആ കുട്ടിയുടെ ഷർട്ട് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയപ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ ആ ഷർട്ട് തിരിച്ചു കൊടുക്കാൻ പോയി. ആ തിരിച്ചു കൊടുക്കാൻ പോയത് ആ കടക്കാരന് ഇഷ്ടപ്പെട്ടില്ല. ആ കുട്ടീനെ നിലത്തിട്ട് ചവിട്ടി കൂട്ടി. ഇതിൽ ഏറ്റവും വലിയ സങ്കടകരം എന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ അങ്ങനെ മർദ്ദിക്കുമ്പോൾ കുട്ടീൻ്റെ രക്ഷിതാക്കൾ അടുത്തുണ്ടായിരുന്നു പോലും. എന്നിട്ട് ഇവർ കേസ് കൊടുത്ത്. എന്തിന് കേസ് കൊടുക്കുന്നത്? രക്ഷിതാക്കളെ ഓനെല്ലാം അന്നേരം തലയടിച്ച് പൊട്ടിക്കണ്ടേ? നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അന്നേരം നിങ്ങളെ നാട്ടിലുള്ളവരോ അല്ലെങ്കിൽ കുടുംബക്കാരെ വിളിച്ചു കൊണ്ടിട്ട് ഓനെ അടിച്ച് ഓനെ പണ്ടാരം കഴിക്കണ്ടേ? എന്നിട്ട് കേസ് കൊടുക്കണ്ടേ? ഇതുപോലത്തെ കുത്തിക്കഴപ്പുള്ള ടീമിനെ നിങ്ങൾ ആ വീഡിയോ കണ്ടോ? എത്ര സങ്കടമാണെന്ന് നോക്കിയട്ടെ. ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. വ്യാഴാഴ്ചയാണ് 12 വയസ്സുകാരൻ കുടുംബത്തോടൊപ്പം ഈ തുണിക്കടയിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ചെന്നത്. അത് തിരിച്ച് മാറ്റാൻ വേണ്ടിയാണ് ഇന്നലെ വൈകിട്ട് വീണ്ടും ചെന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ കടയിലെ ജീവനക്കാരൻ ഈ കുട്ടിയെ മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കുട്ടി മാറ്റിയെടുക്കാൻ ചെന്നതാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കുട്ടിക്ക് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ക്രൂരമായി തന്നെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് CCTVയിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഈ മർദ്ദിക്കുന്ന ആ സമയത്ത് കുട്ടിയുടെ ബന്ധുക്കളും കുട്ടിയുടെ രക്ഷിതാക്കളും കൂടി ഉണ്ടായത്. പിന്നീട് വാക്കുതർക്കത്തിലേക്ക് പോയി എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഈ കടയിലെ ജീവനക്കാരനായ അശ്വന്തിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എത്ര സങ്കടകരാന്നല്ലേ? എന്നിട്ട് നമ്മളെ മാധ്യമങ്ങൾ ആ തുണിക്കടേന്റെ പേര് പറയുന്നില്ല. തുണിക്കടേന്റെ പേരാണ് തുണിക്കട. അവന്റെ പേര് പറയുന്നുണ്ട് അശ്വന്ത്. തുണിക്കടക്ക് പേരില്ല. ഇങ്ങനെ തുണിക്കടയെല്ലാം പൂട്ടിക്കോണ്ടേ പേര് പറഞ്ഞിട്ട്. ഇതിന്റെ മുതലാളി വേറെ ഉണ്ടെങ്കിൽ മുതലാളി ഇതുപോലത്തെ കുത്തിക്കഴപ്പുള്ള ജീവനക്കാരനെല്ലാം നിന്റെ കടയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കടയെല്ലാം പൂട്ടിപ്പോകണം. തുറക്കാൻ പാടില്ല നിന്റെ ഒന്നും കട. നമ്മളെ മാധ്യമങ്ങൾക്ക് പേര് പറയാൻ കഴിയില്ല. ചില സമയങ്ങളിൽ ഇതുപോലത്തെ വാർത്തകളിൽ എത്ര വൈറലാകുന്നറിയാം. ആ പ്രതിന്റെ പിന്നെ ഫോട്ടോ വരെ ശരിക്കും കൊടുക്കുന്നില്ല മാധ്യമങ്ങൾ. എത്ര വൈറലാകുന്നറിയാം ഇതുപോലത്തെ വാർത്തകൾ. ഇപ്പൊ ഇതൊന്നും വൈറലും ആകുന്നില്ല. ഇത്രയും ദാരുണമായ സംഭവം നടന്നിട്ട് അവിഹിതങ്ങൾ മാത്രമേ വൈറലാകുന്നുള്ളൂ. പഠിച്ചവനെ ശരിക്കും പറഞ്ഞാൽ ആ കടയിൽ നിന്ന് തുറക്കാൻ പാടില്ല. നമ്മൾ മാധ്യമങ്ങളുണ്ടല്ലോ ഫോട്ടോ വരെ കൊടുക്കുന്നില്ല. എനിക്ക് ഫോട്ടോ ഉണ്ടെങ്കിൽ അവൻ്റെ ഫോട്ടോ ഞാൻ ഈ സൈഡ് കൊടുക്കൂല. കടേൻ്റെ പേരും കിട്ടുന്നില്ല പഠിച്ചവനെ. എന്നാ പിന്നെ ശരി.